ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രം ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. അവയിൽ ഏകകോശ ജീവികൾ ഏതെല്ലാമെന്ന് കണ്ടെത്തി പേരെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏകകോശ ജീവികൾ ഏതൊക്കെയാണ് നമുക്കറിയാം. ഏതൊക്കെയാണ് കൂട്ടുകാരെ? അതെ, അമീബയും യൂക്ലീനയുമാണല്ലേ. ബിയും സിയുമാണ്. ആൻസർ ബി ആൻഡ് സി, അതായത് അമീബയും യൂക്ലീനയും. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബി, സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കുന്നതിനുള്ള ഉപകരണം ഏത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ? നമുക്കറിയാം, മൈക്രോസ്കോപ്പ് ആണല്ലേ. ആൻസർ എന്താണ്? മൈക്രോസ്കോപ്പ്. ദെൻ സി ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് നിങ്ങളുടെ 3 കണ്ടെത്തലുകൾ എഴുതുക. അതായത് ഈ 2 ചിത്രങ്ങളും താരതമ്യം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 3 കണ്ടെത്തലുകൾ, അതായത് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവിടെ എഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? ചിത്രത്തിൽ തന്നിരിക്കുന്നത് എന്തിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് കൂട്ടുകാരി? അത് സസ്യകോശത്തിൻ്റെയും ജന്തുകോശത്തിൻ്റെയും ചിത്രങ്ങളാണല്ലേ. അതായത് സസ്യകോശത്തിൽ എന്തുണ്ട്? കോശഭിത്തി കാണപ്പെടുന്നു. എന്നാലോ ജന്തുകോശത്തിൽ എന്താണ്? കോശഭിത്തി കാണപ്പെടുന്നില്ല. ദെൻ സസ്യകോശത്തിലും ജന്തുകോശത്തിലും മർമ്മം കാണപ്പെടുന്നു. ദെൻ സസ്യകോശത്തിൽ ഹരിതകം കാണപ്പെടുന്നു. ദെൻ ജന്തുകോശത്തിൽ എന്താണ്? ഹരിതകം കാണപ്പെടുന്നില്ല. അപ്പം നിങ്ങളുടേതായ 3 കണ്ടെത്തലുകൾ ഇതിൽ എഴുതുക. ഓക്കെ, ദെൻ പ്രവർത്തനം 2 നോക്കാം നമുക്ക്. ഫിലമെന്റ് ബൾബ് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതെല്ലാം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതെല്ലാമാണ്? അതെ, പ്രകാശോർജവും താപോർജവുമാണല്ലേ. ഏതാണ്? പ്രകാശോർജവും താപോർജവും. ദെൻ ഫിലമെന്റ് ബൾബിൽ പാഴായി പോകുന്ന ഊർജ്ജരൂപം പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് ഫിലമെന്റ് ബൾബിൽ പാഴായി പോകുന്ന ഊർജ്ജരൂപം പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭം എഴുതുക. നമുക്ക് ഏതെഴുതാം? അതെ, പാഴായി അതായത് ഇൻക്യുബേറ്ററുകളിൽ ചൂട് ലഭിക്കുവാൻ ഉപയോഗപ്പെടുത്തുന്നതാണ്. പാഴായി പോകുന്ന താപോർജം എന്താണ്? ഇൻക്യുബേറ്ററുകളിൽ ചൂട് ലഭിക്കുവാൻ ഉപയോഗപ്പെടുത്തുന്നു. ഈ സന്ദർഭം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ LED ബൾബുകൾ ഊർജം ലാഭിക്കുന്നു. നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ യോജിക്കുന്നില്ലേ കൂട്ടുകാരെ? ഓക്കെ, നമുക്ക് അപ്പം ആൻസർ എന്ത് എഴുതാം? LED ബൾബുകൾ ഊർജം ലാഭിക്കുന്നു. ഈ പ്രസ്താവനയോട് യോജിക്കുന്നു. LED ബൾബുകളിൽ ഊർജത്തിൻ്റെ 95% പ്രകാശമായി മാറുന്നു. 5% മാത്രമാണ് താപമായി പാഴായി പോകുന്നത്. ഇതിന് സാധാരണ ബൾബുകളെ അപേക്ഷിച്ച് കുറഞ്ഞ പവർ മാത്രമാണ് ആവശ്യമുള്ളത്. അതിനാൽ ഇവയ്ക്ക് ഊർജം വളരെ കുറച്ച് മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ട് എന്ന് എഴുതുക. അതുപോലെ അതിൻ്റെ കാരണം കൂടി വിശദീകരിച്ച് എഴുതുക. ഓക്കെ, ദെൻ പ്രവർത്തനം 3 നോക്കാം നമുക്ക്. പട്ടിക പരിശോധിക്കുക. പൂക്കളുടെ പ്രത്യേകത പരാഗണകാരികൾ എന്ന് നൽകിയിട്ടുണ്ടല്ലേ. നിറം, മണം, തേൻ. ചെറിയ പൂക്കൾ കുലകളായി കാണുന്നു. പരാഗണകാരികൾ പ്രാണികൾ, ജന്തുക്കൾ, നിശാശലഭങ്ങൾ. ദെൻ ഭാരം കുറഞ്ഞ ധാരാളം പരാഗരേണുകൾ. പരാഗണകാരികൾ കാറ്റ്. ദെൻ പരാഗണ സ്ഥലത്ത് മുട്ടിപ്പിടിക്കുന്നു. പരാഗരേണു നനയാത്തതുമാണ്. ദെൻ പരാഗണകാരികൾ ജലമല്ലേ. ഓക്കെ, പട്ടിക പരിശോധിച്ചല്ലോ. പൂക്കളുടെ സവിശേഷതകളെയും പരാഗണകാരികളെയും ബന്ധപ്പെടുത്തി 3 കണ്ടെത്തലുകൾ നമ്മളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി എഴുതാം? അതെ, അതായത് ചെറിയ പൂക്കളുടെ കൂട്ടുകൾ എന്താണ്? വലിയ പൂവായിട്ട് തോന്നിക്കുന്നു. ഇത് പരാഗണകാരികളെ ആകർഷിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? നിറം, മണം, തേൻ എന്നിവ പരാഗണകാരികളെ ആകർഷിച്ച് പരാഗണം നടക്കുവാൻ സഹായിക്കുന്നു. അതുപോലെ ഭാരം കുറഞ്ഞ ധാരാളം പരാഗരേണുക്കൾ കാറ്റുവഴി പരാഗണം നടത്തുന്നു. ജലം ഒരു പരാഗണകാരിയാണ്. പരാഗണ സ്ഥലം ഒട്ടിപ്പിടിക്കുന്നതും പരാഗരേണുക്കൾ നനയാത്തതുമായ പൂക്കളുടെ പരാഗണം ജലം വഴി നടക്കുന്നു. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക? ഇതുപോലെ 3 കണ്ടെത്തലുകൾ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പരാഗണകാരികളെ ആകർഷിക്കാൻ വെള്ളില, ബോഗൺവില്ല എന്നിവയ്ക്കുള്ള സവിശേഷത എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വെള്ളില, ബോഗൺവില്ല എന്നിവയിൽ പൂവിനോട് ചേർന്നുള്ള ഇലകൾ എന്ത് ചെയ്യുന്നുണ്ട്? നിറം മാറി പൂ പോലെ തോന്നിക്കുന്നു. ഇത് പരാഗണകാരികളെ പരാഗണത്തിനായിട്ട് ആകർഷിക്കുന്നു. ഇത് പരാഗണത്തിലുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെടിയുടെ പ്രജനനത്തിൽ സഹായിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. പ്രവർത്തനം 4 കാർട്ടൂൺ ശ്രദ്ധിക്കൂ. മത്തങ്ങ എത്ര ഫലമാണ്? ഇതിനെ താങ്ങാനുള്ള ശേഷി ഈ പൂഞ്ഞെട്ടിനുണ്ടോ? ക്വസ്റ്റ്യൻ എന്താണ്?
മത്തൻ പൂവ് ഫലമായി മാറുമ്പോൾ പൂഞ്ഞെട്ടിനുണ്ടായ മാറ്റം എന്ത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അതെ, മത്തൻ പൂവ് ഫലമായിട്ട് മാറുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും? യെസ്, പൂഞ്ഞെട്ട് എന്ത് ചെയ്യും? ആ ഫലത്തെ താങ്ങാൻ തക്ക ശക്തമായിട്ട് തീരുന്നുണ്ടല്ലേ. അതായത് മത്തൻ പൂവ് ഫലമായി മാറുമ്പോൾ പൂഞ്ഞെട്ട് ആ ഫലത്തെ താങ്ങാൻ തക്ക ശക്തമായി തീരുന്നു. പൂവ് ഫലമായി മാറുമ്പോൾ പൂവിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. പൂഞ്ഞെട്ട് എന്താകുന്നു? ഫലത്തെ താങ്ങാൻ ശക്തമാക്കുന്നു. പുഷ്പാസനമോ? യെസ്, അണ്ഡാശയം വളർന്ന് ഫലമായി തീരുന്നതിനാൽ ഇവ കൂടുതൽ ശക്തമാകുന്നു. വിതളത്തിന് എന്താ സംഭവിക്കുന്നത്? ചില സസ്യങ്ങളിൽ കൊഴിഞ്ഞു പോകുന്നു, ചിലതിൽ യെസ് ശക്തിപ്പെടുന്നു അല്ലേ. ദളം എന്താണ്? കൊഴിഞ്ഞു പോകുന്നു. അണ്ഡാശയമോ? ഫലമായി മാറുന്നു അല്ലെങ്കിൽ വിത്തായി മാറുന്നു. ഒവ്യൂൾ, കൊളസ്ട്രോ ഓരോ ഭാഗങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ ഇതുപോലെ എഴുതുക. അണ്ഡാശയം എന്താണ്? ഫലമായി മാറുന്നു അല്ലെങ്കിൽ വിത്തായിട്ട് മാറുന്നു. ദളം കൊഴിഞ്ഞു പോകുന്നു. വിതളം ചില സസ്യങ്ങളിൽ കൊഴിഞ്ഞു പോകുന്നു, ചിലതിൽ ശക്തിപ്പെടുന്നു. പുഷ്പാസനം അണ്ഡാശയം വളർന്ന് ഫലമായി തീരുന്നതിനാൽ ഇവ കൂടുതൽ ശക്തമാകുന്നു. പൂഞ്ഞെട്ട് എന്താണ്? ഫലത്തെ താങ്ങാൻ ശക്തമാകുന്നു. അവിടെ പൂഞ്ഞെട്ട് എന്നാണ് വരേണ്ടത്. ഓക്കെ, പൂഞ്ഞെട്ട് ഫലത്തെ താങ്ങാൻ ശക്തമാകുന്നു. ഓക്കെ, നമുക്ക് പ്രവർത്തനം 5 നോക്കാം. ഒരു കുട്ടി സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പട്ടിക താഴെ നൽകുന്നു. രാവിലെ നോക്കൂ, ചിപ്സ്, കേക്ക്, ന്യൂഡിൽസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഉച്ചയ്ക്ക് ചോറ്, അച്ചാറ്, പപ്പടം. രാത്രി പൊറോട്ട, ചിക്കൻ വറുത്തത്. ഭക്ഷണ ചാർട്ട് പരിശോധിച്ചല്ലോ. ഭക്ഷണക്രമം ഇങ്ങനെ തുടർന്നാൽ ഈ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള 2 ആരോഗ്യ പ്രശ്നങ്ങൾ എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാവും കൂട്ടുകാരെ ഉണ്ടാവുക? അതായത് ഭക്ഷണം ഇങ്ങനെയൊക്കെ തുടർന്നാൽ എന്താണ് ഈ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള 2 ആരോഗ്യ പ്രശ്നങ്ങൾ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അസുഖങ്ങളുടെ 2 ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരെഴുതുക. ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് കുട്ടിയെ നയിക്കാൻ കഴിയുന്ന നല്ലൊരു ഭക്ഷണ ചാർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ഭക്ഷണ ചാർട്ടാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? രാവിലെ ഇടിയപ്പം, മുട്ടക്കറി, പാല്. ഉച്ചയ്ക്ക് ചോറ്, സാമ്പാർ, അവിയൽ, മീൻകറി. രാത്രി ചപ്പാത്തി, പച്ചക്കറികൾ ചേർത്ത കറി, ആപ്പിൾ. ഇതുപോലൊരു ഭക്ഷണ ചാർട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, പ്രവർത്തനം 6 ചിത്രം നിരീക്ഷിക്കൂ എന്നുള്ളതാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ജയന്റ് വീൽ തിരിയുമ്പോൾ വീലിലിരിക്കുന്ന കുട്ടികളുണ്ടാവുന്ന ചലനവും വീലിന്റെ ചലനവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അതായത് ജയന്റ് വീൽ തിരിയുമ്പോൾ ജയന്റ് വീലിന്റെ ചലനം എന്താണ്? യെസ്, ഭ്രമണമാണല്ലേ. വീലിലിരിക്കുന്ന കുട്ടിയുടെ ചലനം എങ്ങനെയുള്ളതായിരിക്കും? യെസ്, വർത്തുള്ള ചലനവുമായിരിക്കും. കമ്പനവും ദോലനവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഉദാഹരണ സഹിതം വിശദീകരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കമ്പനവും ദോലനവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് വസ്തു എന്താണ്? ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ദോലനം എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു ക്ലോക്കിലെ പെൻഡുലം ചലിക്കുന്നത് തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കുമായിട്ടാണ്. ഇത് ദോലനത്തിന് ഉദാഹരണമാണ്. ഈ കമ്പനം എന്താണ്? എന്നാൽ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, കമ്പനം എന്ന് പറയുന്നത്. ട്യൂണിംഗ് ഫോർക്കിന്റെ ഒരു ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുന്നത് കമ്പനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 7 നോക്കാം. അയഡിൻ ടെസ്റ്റിലൂടെ അന്നജ സാന്നിധ്യം പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾ മുട്ട, ചോറ്, വേവിച്ച ഉരുളക്കിഴങ്ങ്, തക്കാളി, പാലല്ലേ. അപ്പോൾ അയഡിൻ ചേർത്തപ്പോഴുള്ള നിറമാറ്റം കടുന്നീല നിറമായി ചോറ്. വേവിച്ച ഉരുളക്കിഴങ്ങ് കടുന്നീല നിറമായി. തക്കാളി എന്ത് ചെയ്യുന്നുണ്ട്? ഇളം നീല നിറമായിട്ട് മാറുന്നുണ്ട് അല്ലേ. ഓറഞ്ച് നിറം മുട്ട ആവുന്നുണ്ട്. അതുപോലെ തന്നെ പാലും. ഇനി പട്ടിക പരിശോധിച്ച് എത്തിച്ചേരാവുന്ന നിഗമനങ്ങൾ എന്തെല്ലാം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ് നിഗമനങ്ങൾ? യെസ്, അതായത് എന്താണ്? ചോറ്, വേവിച്ച ഉരുളക്കിഴങ്ങ് എന്നിവയിൽ എന്താണ്? ധാരാളം അന്നജം അടങ്ങിയിരിക്കുന്നു. അതിനാൽ അയഡിൻ പരിശോധനയിൽ കടും നീല നിറത്തിൽ കാണിക്കുന്നു. തക്കാളിയിൽ എന്താണ്? യെസ്, അന്നജം കുറച്ചടങ്ങിയിരിക്കുന്നു. അതിനാൽ ഇളം നീല നിറം കാണിക്കുന്നു. മുട്ട, പാൽ എന്നിവയിൽ എന്താണ്?
യെസ്, അന്നജം അടങ്ങിയിട്ടില്ല. അതിനാൽ അവ അയഡിൻ പരിശോധനയിൽ നീല നിറം കാണിക്കുന്നില്ല. ഭക്ഷ്യവസ്തുക്കളിലെ അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പട്ടിക എന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ ഈ ഭക്ഷ്യവസ്തുക്കളിൽ പ്രോട്ടീൻ ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെ കണ്ടെത്താം? അതായത് ഭക്ഷ്യവസ്തുക്കളിലെ പ്രോട്ടീൻ സാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു പരിശോധനയുണ്ട് അല്ലേ. എങ്ങനെയാണത്? എന്തൊക്കെ കാര്യങ്ങൾ അതിനാണ് ആവശ്യമായിട്ടുള്ളത്? യെസ്, ആവശ്യമായ വസ്തുക്കൾ തുരിശ് അഥവാ കോപ്പർ സൾഫേറ്റ്, ദെൻ ജലം, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഡ്രോപ്പർ, ബീക്കർ, ടെസ്റ്റ് ട്യൂബ്, പരിശോധിക്കേണ്ട ഭക്ഷ്യവസ്തു. ദെൻ പ്രവർത്തനം. പരിശോധിക്കേണ്ട ഭക്ഷ്യവസ്തുവിൽ അല്പം വെള്ളം ചേർത്ത് ഇളക്കിയ ശേഷം ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം ഇടുക. അതിലേക്ക് 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി 8-10 തുള്ളി ചേർക്കുക. ഇളക്കിയ ശേഷം അതിലേക്ക് 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനി എന്ത് ചെയ്യുക? 2 തുള്ളി ചേർക്കുക. നിരീക്ഷണം. വയലറ്റ് നിറം കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ പ്രവർത്തനം 8 ആണല്ലേ നമുക്ക് നോക്കേണ്ടത്. ഇനി എലി ശല്യം വർദ്ധിക്കുന്നു. വയൽനാട്ടുകര. നെൽപ്പാടങ്ങളിൽ എലികൾ ക്രമാതീതമായി പെരുകുന്നു. വ്യാപകമായ കൃഷിനാശമാണ് മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എലികളെ മുഖ്യ ഭക്ഷണമാക്കിയിരുന്ന ചേരകളുടെ നാശമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പത്രവാർത്ത ശ്രദ്ധിച്ചല്ലോ. ഒരു ജീവിവർഗത്തിന്റെ നാശം ആവാസ വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പ്രദേശത്ത് തവളകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞാൽ അത് നെൽകൃഷിയെ എങ്ങനെ ബാധിക്കും? ആവാസ വ്യവസ്ഥയിൽ മറ്റെന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. അതായത് ഒരു പ്രദേശങ്ങളിൽ തവളകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞാൽ അത് നെൽകൃഷിയെ എങ്ങനെയാണ് ബാധിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ബാധിക്കുക? അതായത് തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്താണ്? നെൽച്ചെടികളിൽ അവയെ തിന്നു നശിപ്പിക്കുന്ന പ്രാണികളുടെയും പുൽച്ചെടികളുടെയും എണ്ണം വർദ്ധിക്കുന്നു. അവ നെൽകൃഷിയെ നശിപ്പിക്കുന്നു. തവളകളുടെ എണ്ണം കുറയുന്നതോടെ അവയെ ഭക്ഷിക്കുന്ന പാമ്പുകളുടെ എണ്ണം കുറയുന്നു. അതുപോലെ തവളകൾ ആഹാരമാക്കുന്ന പ്രാണികൾ, കൊതുകുകൾ, പുൽച്ചാടികൾ ഇവയുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇത് ഭക്ഷ്യശൃംഖലയെ വിപരീതമായി ബാധിക്കുന്നു. കൊതുകുകളും മറ്റും വർദ്ധിക്കുന്നത് മൂലം ഡെങ്കി, മലേറിയ തുടങ്ങിയ രോഗങ്ങളും വർദ്ധിക്കുന്നു. ഇതെല്ലാം തന്നെ എന്താണ്? മൊത്തം ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നു. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഒരു പോസ്റ്റർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതുക. ഓക്കെ, മരം ഒരു വരമാണ്. മരങ്ങളെ സംരക്ഷിക്കൂ, പ്രകൃതിയെ നിലനിർത്തൂ. ഓക്കെ, നമുക്ക് പ്രവർത്തനം 9 നോക്കാം. ബാർ മാഗ്നറ്റിൽ ഇരുമ്പ് പൊടി ആകർഷിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ചിത്രം 1, ചിത്രം 2 എന്നിവ നിരീക്ഷിച്ചല്ലോ. ഇതിൽ ഏത് ചിത്രമാണ് ശരി? എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഏതാണ് ശരി? ഏത് ചിത്രമാണ് ശരി? ഏത് ചിത്രമാണ് കൂട്ടുകാരെ നമുക്ക് ശരിയായിട്ട് തോന്നുന്നത്? അതെ, ചിത്രം 2 ആണല്ലേ. ഏതാണ്? ചിത്രം 2. ദെൻ എന്തുകൊണ്ടാണ് വ്യക്തമാക്കുക എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് വ്യത്യസ്ത കാന്തങ്ങളുടെ കാന്തിക ശക്തി പരീക്ഷിക്കുന്ന നിരീക്ഷണം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. നിരീക്ഷണ ഫലത്തിൽ നിന്നും എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനവും നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം നോക്കാം. എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ്? കാന്തത്തിന്റെ ധ്രുവങ്ങളിലാണ് കാന്തിക ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നു. ഈ ഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കാന്തിക ധ്രുവങ്ങൾ. അതിനാൽ ഈ ധ്രുവങ്ങളിലൊന്ന് ഇരുമ്പ് പൊടി കൂടുതൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ ധ്രുവങ്ങളിലാണ് ഇരുമ്പ് പൊടി കൂടുതൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? നിരീക്ഷണ ഫലത്തിനും എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. ആ വ്യത്യസ്ത കാന്തങ്ങളുടെ കാന്തിക ശക്തി പരിശോധിക്കുന്ന പരീക്ഷണം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് ഈ പട്ടികയിൽ നൽകിയിട്ടുള്ളത്. അപ്പം നിരീക്ഷണ ഫലത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനങ്ങളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് നിഗമനം? കാന്തത്തിൽ ധ്രുവത്തിനോടുള്ള ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും കാന്തത്തിന്റെ ധ്രുവങ്ങളിൽ നിന്ന് അകന്നു പോകുന്തോറും കാന്തിക ശക്തി കുറവുമായിരിക്കും. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് എന്തെന്ന് പറയുന്നത്? കാന്തിക മണ്ഡലം. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം. ഓക്കെ, പ്രവർത്തനം 10 നോക്കാം നമുക്ക്.
ഒരു കുട്ടി ആകാശഗോളങ്ങളെ ക്രമീകരിച്ച് എഴുതിയ പട്ടികയാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ശരിയാക്കി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. പട്ടിക നോക്കൂ. നക്ഷത്രം തിരുവാതിര, സിറിയസ്, ടൈറ്റൻ. ഇതിന് ഗ്രഹം ചന്ദ്രൻ, വ്യാഴൻ, ബുധൻ. ഉപഗ്രഹം ശനി, സൂര്യൻ, ഗാനിമേഡ്. അപ്പൊ ഇതിൽ തെറ്റുണ്ടോ കൂട്ടുകാരെ? യെസ്, എന്താണ് നോക്കൂ. നക്ഷത്രത്തില് യെസ് തിരുവാതിര, സൂര്യൻ, സിറിയസ് ആണല്ലേ വരിക. ഇതിന് ഗ്രഹത്തിലോ യെസ് വ്യാഴം, ബുധൻ, ശനി. ഇതിന് ഉപഗ്രഹങ്ങളിൽ ഏതൊക്കെയാണ് വരേണ്ടത്? ചന്ദ്രൻ, ടെറ്റൻ, ഗാനിമേഡ്. ചന്ദ്രൻ, ടെറ്റൻ, ഗാനിമേഡ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നക്ഷത്രക്കൂട്ടങ്ങളുടെ ചിത്രം നിരീക്ഷിക്കൂ. ചിത്രം 1 ചിത്രം 2 കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. ഇനി ചിത്രത്തിലെ നക്ഷത്രക്കൂട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചിത്രം ഏതാണ്? അത് സപ്തർഷികളാണല്ലേ. 2 വേട്ടക്കാരനാണ്. 2 വേട്ടക്കാരൻ. ഓക്കെ, ഇത് നമുക്ക് പ്രവർത്തനം 11 നോക്കാം. പദാർത്ഥങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളും രേഖപ്പെടുത്തിയ പട്ടികയാണ് താഴെ തന്നിരിക്കുന്നത്. പദാർത്ഥം നോക്കൂ. അന്തരീക്ഷവായു. അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ പിച്ചള. അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ സിങ്ക്, കോപ്പർ. ദെൻ ഓക്സിജൻ ആണ് അല്ലേ. ദെൻ സ്വർണ്ണാഭരണം, സ്വർണം, ചെമ്പ്. ദെൻ പഞ്ചസാര, സ്വർണം. ഇനി എന്തേ ക്വസ്റ്റ്യൻ നോക്കൂ. പട്ടികയിൽ നിന്ന് ശുദ്ധപദാർത്ഥങ്ങളെ കണ്ടെത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ശുദ്ധപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? അതെ, സ്വർണം, ഓക്സിജൻ, പഞ്ചസാര. ശുദ്ധമായ സ്വർണം 24 ക്യാരറ്റ് സ്വർണമാണ്. ഇത് വളരെ മൃദുവാണ്. അതിനാൽ ഇതുകൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കില്ല. സ്വർണ്ണാഭരണങ്ങൾ എന്താണ്? യെസ്, പട്ടികയിൽ നിന്ന് ശുദ്ധപദാർത്ഥങ്ങളെ കണ്ടെത്തി എഴുതാൻ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഏതൊക്കെ നമുക്ക് എഴുതാം? സ്വർണം, ഓക്സിജൻ, പഞ്ചസാര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സ്വർണവും സ്വർണ്ണാഭരണവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്കറിയാം ശുദ്ധമായ സ്വർണം എന്താണ്? അത് 24 ക്യാരറ്റ് സ്വർണമാണ്. ഇത് വളരെ എന്താണ്? മൃദുവാണ്. അതിനാൽ ഇതുകൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കില്ല. ദെൻ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്നത് 22 ക്യാരറ്റ് സ്വർണം കൊണ്ടാണ്. 22 ക്യാരറ്റ് സ്വർണം എന്നത് ശുദ്ധ സ്വർണത്തിന്റെ 22 ഭാഗമോ കോപ്പറോ സിൽവറിന്റെയോ 2 ഭാഗവും ചേർന്നുള്ള ലോഹസങ്കരമാണ്. ഇതിന് കാഠിന്യം ഉണ്ടായിരിക്കും. അതിനാൽ 22 ക്യാരറ്റ് സ്വർണം ഉപയോഗിച്ചിട്ടാണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വർണവും സ്വർണ്ണാഭരണവും വ്യത്യാസം ഇതുപോലെ എഴുതുക. ഓക്കെ, ദെൻ പ്രവർത്തനം 12 നോക്കാം. ചില പ്രവർത്തനങ്ങൾ തന്നിരിക്കുന്നു. കൈ വട്ടത്തിൽ തിരിക്കുന്നു, കാൽമുട്ട് മടക്കിയിരിക്കുന്നു, കഴുത്ത് തിരിച്ച് ഇരുദിശകളിലേക്ക് നോക്കുന്നു. മുകളിൽ കൊടുത്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന അസ്ഥികളുടെ പേരെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കൂ. കൈ വട്ടത്തിൽ തിരിക്കുന്നു. ഏതാവും അസ്ഥി? അതെ, ഗോളരസന്ധിയാണല്ലേ. ഗോളരസന്ധി. ദെൻ കാൽമുട്ട് മടക്കിയിരിക്കുന്നു. യെസ്, വിജാഗിരി സന്ധി. ദെൻ കഴുത്ത് തിരിച്ച് ഇരുദിശകളിലേക്ക് നോക്കുന്നു. ഏത് സന്ധിയാണ്? അതെ, കീലസന്ധിയാണല്ലേ. ദെൻ അസ്ഥിഭംഗം ഉണ്ടായ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അതെ, അസ്ഥിഭംഗം സംഭവിച്ച ഭാഗത്ത് എന്ത് ചെയ്യുക? സ്ലിൻഡ് വെച്ച് കെട്ടുക. അതുപോലെ വൃത്തിയുള്ള തൊടിയിൽ പൊതിഞ്ഞ് ഐസ് കട്ടകളോ ഐസ് പാക്കോ ഒടിഞ്ഞ ഭാഗത്ത് വയ്ക്കുക. ദെൻ രോഗിയെ സുഖപ്രദമായ രീതിയിൽ ഇരിക്കാൻ സഹായിക്കുക. ദെൻ രോഗിയെ വിശ്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ദെൻ ഒടിഞ്ഞ ഭാഗങ്ങൾ ഇളകാതെ സൂക്ഷിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് അസ്ഥിഭംഗമുണ്ടായ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ കഴിയുമല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.